സന്ദീപ് വാര്യർ ഒരു വർഗീയവാദി ഒക്കെ ആണെങ്കിലും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടിയ വളരെ വലിയ സന്തോഷകരമായ സമ്മാനമാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച കനത്ത ആഘാതവും. സന്ദീപ് വാര്യരെ ഇടതുമുന്നണി നേതാക്കൾ വാനോളം പുകഴ്ത്തിയ കാര്യമൊക്കെ നമുക്കറിയാം. AK ബാലൻ ഒക്കെ തന്നെ പറഞ്ഞ വാക്കുകളും നമുക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യർ വീണ്ടും CPM-ന് അനഭിമതനായി മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നത്? അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ഇട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് അതിന് ആധാരം. കാരണം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പരസ്പരം തെറ്റിച്ചുകൊണ്ടോ അവരെ വിരുദ്ധരായി അതായത് അവർക്കെതിരെ ശത്രുത പരത്തിക്കൊണ്ടോ കേരള സമൂഹത്തിൽ ജീവിക്കാനാകില്ല എന്ന സന്ദീപ് വാര്യരുടെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനെ തുടർന്ന് സന്ദീപ് വാര്യർക്ക് മാധ്യമ വിലക്കൊക്കെ BJP ഏർപ്പെടുത്തിയിരുന്നു. അത് സന്ദീപ് വാര്യരുടെ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിമുദ്രയാണെന്ന് അല്ലെങ്കിൽ നിലപാടാണെന്ന് തിരിച്ചറിവാണ് കോൺഗ്രസിന് സന്ദീപ് വാര്യരെ സ്വീകരിക്കാനുണ്ടായ ഒരു ഘടകം. മറ്റൊന്ന് P. ഹരിഗോവിന്ദ്, അതായത് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രമുഖ പ്രവർത്തകനാണ്, അധ്യാപക സംഘടന നേതാവൊക്കെയാണ്. ഈ ഹരിഗോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപക സംഘടനയിൽ സന്ദീപ് വാര്യരുടെ അമ്മ അംഗമായിരുന്നു. അങ്ങനെ സന്ദീപ് വാര്യരുടെ അമ്മയുമായുള്ള അടുപ്പവും ബഹുമാനവുമൊക്കെ സന്ദീപ് വാര്യറിലേക്കുള്ള പാലം വലിക്ക് ഹരിഗോവിന്ദിനെ ഏൽപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അങ്ങനെ P. ഹരിഗോവിന്ദും അതുപോലെ AICC അംഗവുമായ മറ്റൊരു നേതാവും ചേർന്നാണ് കോയമ്പത്തൂരിൽ വച്ചായിരുന്നു സന്ദീപ് വാര്യറുമായുള്ള ധാരണ ഉറപ്പിച്ചത്. അതിനു മുമ്പ് സന്ദീപ് വാര്യർ RSS നേതാക്കളെ കാണാൻ, BJP നേതാക്കളുമായി സമവായത്തിലെത്താൻ, RSS നേതാക്കളുമായി ചർച്ച നടത്താൻ ബാംഗ്ലൂരിലായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതെയാണ് കോയമ്പത്തൂരിൽ വെച്ച് സന്ദീപ് വാര്യറും ഹരിഗോവിന്ദും AICC അംഗവും തമ്മിൽ സംസാരിച്ച് ധാരണയായി. പിറ്റേ ദിവസം ചെവി അറിയാതെ പാലക്കാട് എത്തി കോൺഗ്രസിൽ ചേരാനാണ് ധാരണയായത്. എന്നാൽ അന്തിമ ധാരണ നടന്നത് വളരെ രസകരമാണ്. മുഖ്യമന്ത്രി പാലക്കാട് പ്രസംഗിക്കാൻ എത്തുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു അന്തിമ ധാരണ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളുമായി, പ്രത്യേകിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തിയത് പാലക്കാടുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ്. ആ ഹോട്ടലിലാണ് അന്നേ ദിവസം മുഖ്യമന്ത്രി തങ്ങുന്നത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് എത്തി. അവിടെ ഹോട്ടലിലെത്തുന്നതിന് തൊട്ടു മുന്നേ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി നാടകീയമായി കോൺഗ്രസിലേക്കുള്ള പ്രവേശനം ഉറപ്പിച്ച ശേഷമാണ് സന്ദീപ് വാര്യർ ഹോട്ടലിൽ നിന്ന് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തുന്നതിന് മുമ്പ് ഈ ചർച്ചയൊക്കെ കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന അതേ സമയത്ത് തന്നെ, കാരണം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മാധ്യമങ്ങളുടെ ശ്രദ്ധ പോകും, ആ അറ്റൻഷൻ മുഴുവൻ കോൺഗ്രസിന് ലഭിക്കണം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിലേക്ക് ഈ അറ്റൻഷൻ മാറണം. മുഖ്യമന്ത്രി P. സരിന് വേണ്ടി പ്രസംഗിക്കുമ്പോൾ ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ആവേശം ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ക്യാമ്പിന് ആവേശം ഉയർത്തിക്കൊണ്ടൊരു കടന്നുവരവാകണം സന്ദീപ് വാര്യരുടേതെന്ന് കോൺഗ്രസ് നിശ്ചയിക്കുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളുടെ പത്രസമ്മേളനം നടക്കുമ്പോൾ വളരെ യാദർച്ഛികമായ എന്നോണം അല്ലെങ്കിൽ നാടകീയമായ എന്നോണം സന്ദീപ് വാര്യർ ആ വേദിയിലെത്തുന്നതും മാധ്യമ ശ്രദ്ധ മുഴുവൻ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എന്ന വാർത്തയിലേക്ക് പോകുന്നതും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് അത്ര അറ്റൻഷൻ ലഭിച്ചതുമില്ല. ഏതായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തി. BJPക്ക് ഇപ്പോഴുള്ള ഉലുക്കം എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. സന്ദീപ് വാര്യർ വന്ന ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് BJPയും CPM-ഉം തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, ധാരണയുണ്ട്. ED അന്വേഷണങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെയുള്ള ED അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ചില കേസുകളിലൊക്കെ മെല്ലെപ്പോക്ക് നടക്കുന്നതൊക്കെ BJPയും CPM-ഉമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സന്ദീപ് വാര്യർ. ഇനി എന്തൊക്കെയാണ് സന്ദീപ് വാര്യർ പറയാൻ പോകുന്നത് എന്ന ഭയം BJPക്കുണ്ട്, പ്രത്യേകിച്ച് K. സുരേന്ദ്രനുണ്ട്. അതുപോലെ തന്നെ K. സുരേന്ദ്രനോടുള്ള ഇഷ്ടക്കേട് BJPയിലെ ഒരു യുവ നേതൃനിരക്കുണ്ട്, യുവവിഭാഗത്തിനുണ്ട്. അതിൻ്റെ തലപ്പത്തായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യറും ശോഭാ സുരേന്ദ്രനും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആശയം K. സുരേന്ദ്രനെതിരെയാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ ഈ കൂടുമാറ്റം, കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം ഏറ്റവും കൂടുതൽ ചിന്താമഗ്നനാക്കുന്നത് K. സുരേന്ദ്രനെ തന്നെയാണ്. അതുപോലെ തന്നെ K. സുരേന്ദ്രൻ ഭയക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രനും ഇനി എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നതെന്ന്. ശോഭാ സുരേന്ദ്രനും ഏതാണ്ട് ആടി ഉലഞ്ഞു നിൽക്കുന്ന മട്ടാണ് BJPയിൽ. സംസ്ഥാന നേതൃമാറ്റം, അതായത് BJPയിലെ നേതൃമാറ്റങ്ങൾ വരുന്ന മാസങ്ങളിൽ നടക്കും. അങ്ങനെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ മാറി അവിടെ സംസ്ഥാന അധ്യക്ഷ പദവി ശോഭാ സുരേന്ദ്രന് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനും ഇതുപോലെ ഒരു കൂടുമാറ്റം ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം സന്ദീപ് വാര്യർ പോയി, സന്ദീപ് വാര്യരായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രധാന ഊർജ്ജ സ്രോതസ്. അപ്പോൾ സന്ദീപ് വാര്യർ പോയി, ഇനി അടുത്ത് ശോഭാ സുരേന്ദ്രന് യുവനിരയുടെ പിന്തുണയുണ്ട്, BJPയിലെ ഒരു വിഭാഗത്തിന് പിന്തുണയുണ്ട്, RSSൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട്. പക്ഷേ
കെ സുരേന്ദ്രൻ നയിക്കുന്ന വേറൊരു പ്രബല വിഭാഗത്തിന് സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ മറ്റ് ചില ഏടാകൂടങ്ങളും ബന്ധങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ BJP-യുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ നേതൃത്വമൊഴിഞ്ഞ് കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോവുകയും പകരം ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയായി നിശ്ചയിക്കുകയും ചെയ്താൽ ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽക്കും. അങ്ങനെയുള്ള വലിയ വിസ്ഫോടനങ്ങൾക്കാണ് സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്ക് BJP-യിൽ കളമൊരുക്കുന്നത്. കോൺഗ്രസിലാകട്ടെ കോൺഗ്രസ് വളരെ സന്തോഷത്തിലാണ്. അതായത് സന്ദീപ് വാര്യർ മറ്റൊരു പാർട്ടിയിലായിരുന്നു. ആ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അക്ഷീണം പരിശ്രമിച്ച വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ കോൺഗ്രസ് സംഘടനയുടെ ഭാഗമായിരുന്ന വ്യക്തി ആയിരുന്നതുകൊണ്ട് സന്ദീപ് വാര്യർ സമത്വത്തിനും നീതിക്കും അനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് വ്യക്തി ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞ കുത്തുവാക്കുകൾ ഒരു പക്ഷേയെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും അണികൾക്കും ഉണ്ടാകണം. കാരണം രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് കൊണ്ടുപോയി ചികിത്സിക്കണം, അങ്ങനെ തുടങ്ങിയുള്ള ആക്ഷേപങ്ങൾ, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ വരെ പരിഹസിച്ച നേതാവാണ് BJP-യിലായിരിക്കുമ്പോൾ സന്ദീപ് വാര്യർ നടത്തിയിരുന്നത്. ഇതൊക്കെ കോൺഗ്രസിനുള്ളിലും ചില വിരുദ്ധ നീക്കങ്ങൾ, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളല്ലേ, അയാൾ എങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കാമോ എന്നൊക്കെയുള്ള തോന്നലുകളും വിചാരങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിലും ഉണ്ടെങ്കിലും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രത്യേകിച്ച് ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ ഉപതെരഞ്ഞെടുപ്പിന്. അപ്പോൾ ആ സമയത്ത് സന്ദീപ് വാര്യരുടെ ഈ കൂടുമാറ്റം BJP-ക്ക് കനത്ത ക്ഷീണമാണ്. പാലക്കാട് BJP സ്ഥാനാർത്ഥിക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. കാരണം അവിടെ ഒരു രഹസ്യധാരണയുണ്ട്. BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ CPM വഴിയൊരുക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വരെ ശക്തമായിരുന്നു. കൃഷ്ണകുമാറിന് വിജയ സാധ്യതയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് കോൺഗ്രസിലേക്ക് വരുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇലക്ഷൻ ക്യാമ്പിന് കൂടുതൽ ഉണർവ് നൽകുന്നതും. പി സരിനൊക്കെ ഇതിനെ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അവർക്കൊന്നും ഇതിനകത്ത് പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്കറിയാം വളരെ വലിയ പ്രശ്നമാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ പോയത്. കാരണം സന്ദീപ് വാര്യർ BJP-യിൽ നടപടി നേരിടുമെന്ന് ഉറപ്പായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ സന്ദീപ് വാര്യരെ പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനാക്കും എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ അച്ചടക്ക നടപടിക്ക് വിധേയനായ ശേഷം സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നതിൽ വളരെ വലിയ ആഹ്ലാദമൊന്നും കോൺഗ്രസിന് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ തന്നെ പി സരിനെ എങ്ങനെയാണോ CPM കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി ആഹ്ലാദ ചിത്തരായത്, അതുപോലെ തന്നെയാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് ക്യാമ്പിലെത്തിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് കരസ്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു ഇലക്ഷൻ തന്ത്രം കോൺഗ്രസ് നടപ്പിലാക്കിയത്. അത് കോൺഗ്രസിൻ്റെ ആഹ്ലാദത്തിനും കാരണമാണ്. ഇനി വരുംകാലങ്ങളിൽ സന്ദീപ് വാര്യർ എന്തൊക്കെ പറയും, എന്തൊക്കെ എഴുതും, അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഏതൊക്കെ കസേരകൾ ലഭിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.